ഹലോ മാഷേ, ഇപ്പൊ ധ്യാനം ചെയ്യാൻ തുടങ്ങിയിട്ട് 7 days മാഷിക്ക് അത്ഭുതമായിട്ടുള്ള ഡിഫറൻറ്റ് കാണാൻ പറ്റും മെഡിറ്റേഷൻ. അതൊന്ന് പറയൂ. അതായത് 7 ദിവസം മുൻപ് വരെ എനിക്ക് മരപ്പണിയാണ്. ഞാൻ 8 മാസമായിട്ട് എനിക്ക് ഇരുന്ന് പണി ചെയ്യാൻ മേല. അതിന്റെ ഡിസ്ക് തേഞ്ഞിട്ട് ഞരമ്പ് ബ്ലോക്ക് ആയിട്ട് ഇരുന്ന് പണിയാൻ മേലാത്ത അവസ്ഥ ഉണ്ടായി. അങ്ങനെ ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ട് ഗുളിക ഈ പെയിൻ കില്ലർ മാത്രം കഴിച്ചു 4 ഗുളിക വരെ വെച്ച് കഴിച്ചുകൊണ്ടാണ് ഞാൻ ഇതിന്റെ പണം വേണ്ടിയത്. ഡെസ്ക് ഇട്ടിട്ട് അതിന്റെ മണ്ട കഷ്ണം വെച്ച് പണിയേണ്ട അവസ്ഥയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ പെങ്ങള് ഇതുപോലെ ഈ സീമാജിയുടെ ഒക്കെ ബ്ലോക്ക് ഒക്കെ ഇട്ട് വന്നു വളക്കടി വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ പോസ്റ്റ് ഇട്ട് വന്നപ്പം പറഞ്ഞിട്ട് ഇതുപോലെ വരുന്നുണ്ട്, അത് വന്ന് കാണാൻ പറഞ്ഞു. അന്നേരം എന്നാ ശരിയാന്ന് വന്ന് കണ്ടേക്കാം. അന്നേരം മീനും ഇറച്ചിയൊന്നും കൂട്ടാനൊന്നും പറ്റിയല്ലെന്നൊക്കെ എങ്ങനെ മനസ്സിൽ തോന്നി. എന്നാലും വേണ്ടിയല്ലോ പോയി കണ്ടേക്കാം. അന്നേരം എനിക്ക് രാവിലെ ഞാൻ മണിക്ക് പോയപ്പോ തോന്നി എന്നാ അത് നിർത്തിയാച്ചാലോ മീനും ഇറച്ചിയും കൂട്ടൊക്കെ. ജസ്റ്റ് എനിക്കൊന്ന് തോന്നിയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ എന്തോ എനിക്കത് കൂട്ടാൻ തോന്നിയില്ല, ഞാൻ കൂട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ പെങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഈ എണ്ണത്തിന് അതിന് പീസ് വല്ലതും ഉണ്ടോ? അങ്ങനെ പറഞ്ഞിട്ട് ഒരു പീസും ഇല്ല, നീ അങ്ങ് വന്നേച്ചാ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഒരു വീഡിയോ ഇട്ട് തരാമെന്നും പറഞ്ഞ് ഒരു ധ്യാനം തുടങ്ങുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്കെന്നും പറഞ്ഞൊരു വീഡിയോ എനിക്ക് കിട്ടുക. അപ്പൊ ആ വീഡിയോ ഞാനിങ്ങനെ കണ്ടുകൊണ്ട് ഞാനിപ്പോ എനിക്ക് കട്ടിലൊന്നും ഇരുന്നൊന്നും അങ്ങനെ ഒന്നും ചെയ്യത്തൊന്നുമില്ല. അപ്പൊ പറഞ്ഞു ഇതിനകത്ത് കിടന്നുകൊണ്ട് ചെയ്താലും കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞപ്പോ ഞാനൊരു തലയാണൊക്കെ എടുത്ത് നല്ല സുഖമായിട്ട് കട്ടിലേറ്റ് ഇങ്ങനെ വെച്ചോണ്ട് ചുമ്മാ കയറി കിടന്നുകൊണ്ട് ഇങ്ങനെ ശ്വാസത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ച് കുറച്ചു നേരം കിടന്നു കഴിഞ്ഞപ്പോ എനിക്ക് കാലിന് ഭയങ്കരമായിട്ട് വേദനയാണ്, എനിക്ക് കിടക്കത്തില്ല. അന്നേരം പറഞ്ഞ സഹനത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ കുറച്ചു നേരം കൂടി ഇങ്ങനെ കടന്നു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കാലിന്റെ വേദന മാറി എനിക്ക് അവിടെ ആ കാലില്ലെന്ന് എനിക്കങ്ങ് തോന്നിപ്പോയി. അപ്പൊ ഞാൻ സുഖമായിട്ട് ഇങ്ങനെ അങ്ങോട്ട് കിടന്നു, കുറെ നേരം കൂടെ കിടന്ന് എല്ലാം കൂടെ ഒരു 3/4 മണിക്കൂറോളം ചുമ്മാ കിടന്നു. ശ്വാസത്തെ മാത്രമൊന്നുമല്ല, ശ്വാസം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വേറൊക്കെ ആലോചനകളൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വീണ്ടും കാലിന് വേദനയായി. അത് കഴിഞ്ഞപ്പോ ഞാൻ ഏറ്റു, ഭയങ്കര വേദന ആണെന്ന് പറഞ്ഞ് ഞാൻ ഏറ്റ് ടോയ്ലറ്റിലൊക്കെ പോയി. ടോയ്ലറ്റിൽ പോയിട്ട് ഇങ്ങോട്ട് നടന്ന് കയറി പിന്നെ തിരിച്ച് വീട്ടിലോട്ട് കയറി കഴിഞ്ഞപ്പോ എനിക്ക് കാലിന് വേദന ഒന്നുമില്ല. ഞാൻ കുറച്ചിങ്ങനെ ഇപ്പൊ കാലെനിക്ക് മടക്കി വെച്ചൊന്നും ഇരിക്കത്തൊന്നുമില്ലായിരുന്നു. അപ്പൊ ഞാൻ കസേരയിലൊന്ന് പോയി, കസേര ഇരിപ്പില്ലായിരുന്നു എനിക്ക്, ഞാൻ കിടപ്പായിരുന്നു വന്നിട്ട് വേദന കൊണ്ട്. എന്നിട്ട് ഞാൻ കസേര ശാലം പോയി ഇരുന്ന് നോക്കി, കസേരയിൽ ഇരുന്ന് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കസേര പോയി ഇരുന്ന് നോക്കി. അപ്പൊ കുഴപ്പമില്ല, എന്നാണ് അന്ന് രാത്രി സുഖമായിട്ട് കിടന്ന് ഉറങ്ങി. വെളുപ്പിന് ഇപ്പൊ ഞാൻ നേരത്തെ എനിക്ക് ജീസസിനെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരുന്നു. അപ്പൊ ഞാൻ ഈ ധ്യാനത്തിനൊക്കെ പോയി കൂടുകയും അപ്പൊ ഈ വെളുപ്പിന് 3 മണിക്ക് എത്തി ജപമാല ചെല്ലുന്ന സ്വഭാവമൊക്കെ ഉണ്ടായി. അതൊക്കെ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഞാൻ 3 മണിക്ക് തന്നെ കയറ്റി ഈ ധ്യാനത്തിൽ എങ്ങനെ അങ്ങനെ ഇരുന്നു. അന്ന് തൊട്ട് എനിക്ക് വേദനയില്ല, എനിക്കൊരു കുഴപ്പമില്ല, ഗുളിക കഴിക്കുന്നില്ല, സുഖമായിട്ടിരുന്ന് പണിയുന്നുമുണ്ട്. അത് ശരി. അപ്പൊ ഇതുവരെ ജീസസിന്റെ ജപമാല ആ ധ്യാനത്തിനും ഈ ഒരു സഹജമായ ശ്വാസത്തിലൂടെ ശൂന്യത്തിനും വ്യത്യാസം അറിഞ്ഞോ? വ്യത്യാസം കറക്റ്റായിട്ട് അറിഞ്ഞു. ഓക്കെ. അപ്പൊ ഈ റിസൾട്ട് ഇപ്പൊ 7 daysലൊക്കെ ഇത്രയും പെയിന് മാറുക പറഞ്ഞാൽ ധ്യാനം സമ്പൂർണ്ണ രോഗനിവാരണിയാണ്. ഇത് തന്നെയാണ് ശൂന്യത്തിലൂടെ നമ്മിലേക്ക് റിസീവ് ചെയ്യുന്ന ആ ഒരു പ്രാണശക്തിയാണ് നാഡീമണ്ഡലത്തെ ശുദ്ധീകരിച്ചത്. ദൈവ ശുശ്രൂഷയാണ് സംഭവിച്ചത്. മനസ്സിലായോ? കാരണം ഇത്രയും കാലമായിട്ട് അതുപോലെ ഗുളിക കഴിച്ചുകൊണ്ടിരുന്ന ഞാൻ അത് ഒറ്റ ദിവസം കൊണ്ട് നിമിഷ നേരം കൊണ്ട് പെട്ടെന്നൊരു വേദന വന്നു. ഇച്ചിരി നേരം സഹിച്ചിരുന്ന് കഴിഞ്ഞപ്പോ അതങ്ങ് പോയി. എനിക്ക് അവർ കംപ്ലൈന്റ് ചെയ്തു, എനിക്ക് സുഖമായിട്ടിരുന്ന് പണി ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ ഈ മില്ലിന്റെ സോമില്ലിന്റെ കൂടി ആയതുകൊണ്ട് ഞാൻ തടി കട്ട് ചെയ്യും വലിയ മെഷീനായിട്ട്. അപ്പൊ ഈ തടിയൊന്നും എടുക്കത്തില്ലാത്ത അവസ്ഥ വന്നായിരുന്നു. ഇപ്പൊ എനിക്ക് ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് പണിയാൻ പഴയ പോലെ. അത് ശരി, ഹാപ്പി ആയിട്ട് ഇതാ നിൽക്കുന്നു അല്ലെ, നിന്ന് കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇനി എല്ലാവരോടും പറഞ്ഞോളൂ ഈ സന്തോഷം എല്ലാവരോടും പറയും. അതുപോലെ തന്നെ എനിക്ക് പോസ്റ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് മാറിയതിന്റെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ എന്റെ ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലാം ഇട്ട് വിട്ടിട്ടുണ്ട്. എല്ലാവരും ധ്യാനം ചെയ്യട്ടെ മാഷെ. പാവം എല്ലാവർക്കും ആർക്കും അറിയില്ല, ആരുമില്ലല്ലോ. ഇങ്ങനെ സീമാജി ഇത്രയും സീമാജിയിലൂടെ ഇത് അറിയാൻ പറ്റിയത് എന്തോ പൂർവ്വജന്മ സുഹൃത്ത് അല്ല എന്ത് പറയാൻ. താങ്ക് യു മാഷെ. അപ്പൊ എല്ലാവരോടും പറയൂ, ഇതിലൂടെ പറയൂ എല്ലാവരോടും ധ്യാനം ചെയ്യാൻ. എല്ലാവരും ഈ ധ്യാനത്തിലൂടെ സ്വന്തമായ താൻ ആരാണെന്ന് അറിഞ്ഞ് താനാണ് ദൈവം എന്നറിഞ്ഞ് ധ്യാനിച്ച് നല്ല രീതിയിൽ നമുക്ക് ദൈവം എന്താണ് തരാൻ ഉദ്ദേശിക്കുന്നത് അത് വാങ്ങിച്ച് സന്തോഷമായിട്ട് മരിക്കുക. അതെ അതെ, സമ്പൂർണ്ണ ആരോഗ്യം എന്നുള്ള മഹാഭാഗ്യത്തെ ധ്യാനത്തിലൂടെ നമുക്ക് പെട്ടെന്ന് കിട്ടും അല്ലെ. ഡോക്ടറെ അടുത്ത് പോയിട്ടും മെഡിസിൻ കഴിച്ചിട്ടും കിട്ടാത്തത് പെട്ടെന്ന് റിലീഫ്. 4 ഗുളിക വെച്ചൊക്കെ ആയിരുന്നു കഴിച്ചോണ്ടിരുന്നത്. എന്നാലും അതൊരു 1 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് ഗുളിക കഴിച്ചില്ല വീണ്ടും എനിക്ക് പെയിൻ വരും. അതുപോലെ ഞാൻ ഗുളിക കഴിച്ചോണ്ടിരുന്നു. ഓ, താങ്ക് യു മാഷെ, ഈ അനുഭവം ഷെയർ ചെയ്യാൻ ഓടി വന്നതിന്. താങ്ക് യു സർ. പെങ്ങള് പറഞ്ഞു, പെങ്ങളാണ് ഗുരു ഇവിടെ. പെങ്ങള് കാണിച്ചു തന്നു VMCയെ കുറിച്ച് പരിചയപ്പെടുത്ത ഒരാള് വേണ്ടേ മാഷെ. ഇന്ന് പുഷ്പാമ്മയും പുതിയ ആൾക്കാരിലേക്ക് എത്ര പേരിലേക്ക് ഇത് കട്ടപ്പനയ്ക്ക് VMCയെ പരിചയപ്പെടുത്തി. അതിന് കാരണമായ എല്ലാ ദിവ്യാത്മ സ്വരൂപർക്കും നന്ദി. താങ്ക് യു സർ. യാ.